നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൊച്ചു ടി വിയിലുണ്ടായിരുന്ന പഴയ ടി വി ഷോസുകളെ പറ്റിയാണ്. ഇതിലേതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായും താഴെ കമന്റ് ചെയ്യണം. ലിസ്റ്റിലായിട്ടത് ഹന മൊണ്ടാന എന്ന പ്രോഗ്രാമാണ്. ഇത് 2016 ടൈമിൽ കൊച്ചു ടി വിയിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു അമേരിക്കൻ ടി വി ഷോ ആയിരുന്നു. 2006 തുടങ്ങിയത്. 2011 വരെ ഏകദേശം 4 സീസണുകൾ പുറത്തിറക്കി. ഒരു സിംഗറിന്റെ ലൈഫിൽ നടക്കുന്ന ഡേ ഇൻ ലൈഫ് ആയിരുന്നു ഇതിൽ കാണിച്ചത്. ഇതിൽ ഹന മൊണ്ടാനയായി അഭിനയിച്ചത് അമേരിക്കൻ നടിയായിട്ടുള്ള മിലി സിറസ് ആണ്. റിയൽ ലൈഫിലും മിലി സിറസ് ഒരു പോപ്പ് സിംഗറാണ്. നമ്മൾ ഈ പ്രോഗ്രാം കണ്ടിട്ടിപ്പോൾ 8 വർഷങ്ങൾ കഴിഞ്ഞു. എന്ത് തന്നെയായാലും നമുക്ക് ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഗ്ലോറിയസ് ഹൗസ് വീണ്ടും കൊച്ചു ടി വിയിൽ തിരിച്ചു വരുന്നുണ്ട്. ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും മെയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ പഴയ പ്രോഗ്രാംസ് എല്ലാം വീണ്ടും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഒരു ആർട്ട് പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമാണ് ഫിംഗർ ടിപ്സ്. ഇത് 2015 ടൈമിലായിരുന്നു കൊച്ചു ടി വിയിലുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കണ്ടിട്ട് 9 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു വർഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ 10 വർഷമാകും. ഫിംഗർ ടിപ്സ് യഥാർത്ഥത്തിൽ ഒരു ബ്രിട്ടീഷ് പ്രോഗ്രാമാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നൽകാൻ ചെയ്യുക. ഞാൻ പലതവണ ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു പ്രോഗ്രാമാണ് ആർട്ട് സൂക്ക. ഇത് 2010 പുറത്തിറങ്ങിയത്. ഇതും ഒരു ബ്രിട്ടീഷ് പ്രോഗ്രാം ആയിരുന്നു. ഈ ഒരു പ്രോഗ്രാം ആദ്യം ടെലികാസ്റ്റ് ചെയ്തത് നിക്കിലായിരുന്നു. കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും നിക്കലോഡിയനാണ്. ഇത് 2012 വരെ ഏകദേശം 2 സീസണുകൾ പുറത്തിറക്കി. ഇതിലൊരു സ്റ്റിക്കർ ഉണ്ടാക്കുന്ന എപ്പിസോഡ് ഉണ്ടായിരുന്നു. അത് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളത് ഉറപ്പായി നിരക്കം ചെയ്യുക. അടുത്ത പ്രോഗ്രാം റൺ സിംഗു റൺ എന്ന പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയത് കൊച്ചു ടി വി തന്നെയാണ്. ഇതൊരു ഗെയിമിംഗ് ഷോ ആയിരുന്നു. സിംഗു ക്യാരക്ടർ ഉപയോഗിച്ച് ഏകദേശം ടെമ്പിൾ റൺ പോലുള്ള ഒരു ഗെയിമിംഗ് ഷോ. ഈ ഒരു ഷോ നമ്മൾ കണ്ടിട്ട് 10 വർഷത്തിന് മേലെയായി. അടുത്ത കാർട്ടൂണാണ് ലേൺ ടു ഡ്രോ എന്ന ഈ ഒരു കാർട്ടൂൺ. അല്ല, ഇതൊരു കാർട്ടൂൺ അല്ല, ഒരു മൊട്ടത്തലേന്റെ പ്രോഗ്രാം ആയിരുന്നു. ഈ പ്രോഗ്രാം എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ ആദ്യത്തെ ഡ്രോയിങ് മാഷ് ഒന്നല്ലെങ്കിൽ ഇദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ മേഡായിരിക്കാം. എന്ത് തന്നെയായാലും ഇദ്ദേഹമായിരുന്നു ഈസിയായി നമ്മളെ ഡ്രോയിങ് പഠിപ്പിച്ചിരുന്നത്. ഇദ്ദേഹം ആദ്യം നമ്മളോട് വരയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് പറയും. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പലതരം അഡ്വഞ്ചർ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് സ്ഥലത്തെത്തും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇദ്ദേഹം വരയ്ക്കുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ്. ശേഷം തിരിച്ച് റൂമിലേക്ക് വന്ന് നമുക്ക് വേണ്ടി വരയ്ക്കുന്നത് രണ്ടും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികൾക്ക് ഈസിയായി വരയ്ക്കാവുന്ന വിധത്തിലാണ് ഇദ്ദേഹം രണ്ടാമത് വരയ്ക്കുന്നത്. ഇദ്ദേഹം ആദ്യം വരച്ചത് അതാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ടൊന്നും വരയ്ക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ മിനിമം അരമണിക്കൂറെങ്കിലും എടുക്കും. പക്ഷെ ഇദ്ദേഹം ഈസിയായി വരയ്ക്കുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം നമുക്ക് ഈസിയായി വരയ്ക്കാൻ പറ്റും. ഇതെല്ലാം ഇദ്ദേഹത്തിനോടൊപ്പം ഞാനും വരയ്ക്കുമായിരുന്നു. നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നഴകം ചെയ്യുക. ഇദ്ദേഹത്തിന്റെ ജിറാഫ് ആയിരുന്നു എന്റെ ഫേവറേറ്റ്. അടുത്ത കാലത്ത് ഇദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന പ്രോഗ്രാമും കൊച്ചു ടി വിയിലുണ്ടായിരുന്നു. ഓസ്റ്റിൻ ക്രിസ്ത്യൻസൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഇദ്ദേഹത്തിന് ഇപ്പോൾ 58 വയസ്സായി. ഇപ്പോഴും ഇദ്ദേഹം പുതിയ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് ഒരു കുതിരയുടെ ചിത്രമാണ്. വരൂ, നമുക്ക് അവിടേക്ക് പോകാം. അടുത്തത് മറ്റൊരു പ്രോഗ്രാമാണ്. സിംഗു ക്യാരക്ടറെ പോലെ തന്നെ ബാർണി എന്ന ഡൈനോസർ ക്യാരക്ടറും കൊച്ചു ടി വിയിലുണ്ടായിരുന്നു. ഈ ക്യാരക്ടറിന്റെ തന്നെ പ്രോഗ്രാമും കൊച്ചു ടി വിയിൽ വന്നിട്ടുണ്ട്. ബാർണി ആൻഡ് ഫ്രണ്ട്സ് എന്നായിരുന്നു പേര്. ഇതൊരു അമേരിക്കൻ ടി വി ഷോയാണ്. 1992 മുതൽ 2010 വരെ ഏകദേശം 14 സീസണുകൾ പുറത്തിറക്കി. ഇത് നമ്മൾ കൊച്ചു ടി വിയിൽ കണ്ടിട്ട് ഇപ്പോൾ 10 വർഷങ്ങൾക്ക് മേലെയായി.